الحمد لله الواحد الأحد الفرد الصمد الذي لم يلد ولم يولد ولم يكن له كفوا أحد غافر الذنب وقابل التوب شديد العقاب ذي الطول لا إله إلا هو إليه المصير نحمده سبحانه وتعالى ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الهدي هدي النبي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعاذني الله وإياكم من النار ألا لا إيمان لمن لا أمانة له ولا دين لمن لا عهد له عباد الله أوصيكم وإياي بتقوى الله أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما لقد من الله على المؤمنين إذ بعث فيهم رسولا من أنفسهم يتلو عليهم آياته ويزكيهم ويعلمهم الكتاب والحكمة وإن كانوا من قبل لفي ضلال مبين ബഹുമാന്യരായ സത്യവിശ്വാസികളായ സഹോദരന്മാരെ സഹോദരിമാരെ, സകല ലോകങ്ങളുടെയും നാഥനായ അല്ലാഹുവിന്റെ വിധിവിലക്കുകൾ ജീവിതത്തിലുടനീളം പരമാവധി പാലിച്ച് ജീവിക്കുന്നതിലൂടെ മാത്രമാണ് മനുഷ്യരായ നമുക്ക് നമ്മുടെ ഇഹപര ജീവിതങ്ങളിൽ യഥാർത്ഥ വിജയവും സൗഭാഗ്യങ്ങളും സന്തോഷവും നേടിയെടുക്കാൻ കഴിയുക എന്ന് മനസ്സിലാക്കിയും ഉറച്ചു വിശ്വസിച്ചും അല്ലാഹുവിനെ അനുസരിച്ചും അവന് വിധേയപ്പെട്ടും അവന് ജീവിതം സമർപ്പിച്ചും തഖ്വയോടെ ജീവിക്കണമെന്ന് ആദ്യമായി വസിയ്യത്ത് ചെയ്യുകയാണ്, ഉപദേശിക്കുകയാണ്. കാരുണ്യവാനായ നാഥൻ ജീവിതത്തിൽ തഖ്വ പുലർത്താനും
അതുവഴി അവൻ വാഗ്ദാനം ചെയ്തിട്ടുള്ള എല്ലാ അനുഗ്രഹങ്ങളും നമ്മുടെ ദുനിയാവിലെ ജീവിതത്തിൽ അനുഭവിക്കാനും ആസ്വദിക്കാനും പരലോകത്ത് സ്വർഗം പ്രതിഫലമായി ഏറ്റുവാങ്ങാനും നമ്മെയും നമ്മുടെ മാതാപിതാക്കളെയും ഭാര്യാസന്താനങ്ങളെയും ഗുരുനാഥന്മാരെയും നമുക്ക് പ്രിയപ്പെട്ട എല്ലാവരെയും പ്രത്യേകമായി തുണക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ. ജീവിതത്തിന്റെ വിവിധങ്ങളായ ആവശ്യങ്ങളെ മുൻനിർത്തി കാരുണ്യവാനായ നാഥനോട് നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രാർത്ഥനകളൊക്കെയും അള്ളാഹു ഖബൂൽ ചെയ്ത് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഇസ്ലാമിക ചരിത്രത്തിലെ ഖുദ്സിന്റെ വിമോചകരായ രണ്ട് മഹാരഥന്മാർ, ഒന്നാമത്തെയാൾ സാക്ഷാൽ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു, രണ്ടാമത്തെയാൾ സുൽത്താൻ സലാഹുദ്ദീൻ അൽ അയ്യൂബി. ഖുദ്സിന്റെ വിമോചന പോരാട്ടങ്ങൾക്കിടയിൽ തന്റെ സൈനിക ക്യാമ്പുകൾ രാത്രി സമയത്ത് സന്ദർശിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ ഒരു ക്യാമ്പിന്റെ അടുത്തെത്തിയപ്പോൾ അവിടെ നിന്ന് തേനീച്ചകൾ മൂളുന്നത് പോലെയുള്ള ഒരു മൂളക്കം സലാഹുദ്ദീൻ അൽ അയ്യൂബിയുടെ ചെവികളിലെത്തി. സൂക്ഷിച്ച് ശ്രദ്ധിച്ച് കേട്ടുനോക്കിയപ്പോൾ അത് വിശുദ്ധ ഖുർആൻ പാരായണത്തിന്റെ ശബ്ദമാണ്. ആ ക്യാമ്പിനകത്ത് നമസ്കാരത്തിലായിക്കൊണ്ടും അല്ലാതെയും ആ ക്യാമ്പിലെ ആ ടെന്റിലെ സൈനികർ രാത്രി സമയത്ത് വിശുദ്ധ ഖുർആനുമൊത്ത് കഴിഞ്ഞുകൂടിക്കൊണ്ടിരിക്കുകയാണ്. ആ സന്ദർഭത്തിൽ സുൽത്താൻ സലാഹുദ്ദീൻ അൽ അയ്യൂബി നടത്തിയിട്ടുള്ള ഒരു ചെറിയ പ്രസ്താവന പിൽക്കാലത്ത് ചരിത്രത്തിൽ വളരെ ശ്രദ്ധേയമായി രേഖപ്പെടുത്തപ്പെട്ടിട്ടുള്ളതാണ്. മിൻ ഹുനാ യഅതി നസ്ർ, ഇവിടെ നിന്നാണ്, ഇതുവഴിയാണ് അള്ളാഹുവിന്റെ സഹായം വന്നെത്തുക എന്നതാണ് അദ്ദേഹം പ്രഖ്യാപിച്ചിട്ടുള്ളത്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച്, റസൂലിനോടുള്ള സ്നേഹത്തെക്കുറിച്ച്, ഹുബ്ബിനെ കുറിച്ച്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അനുധാവനം ചെയ്യുകയും പിൻപറ്റുകയും ചെയ്യേണ്ടുന്നതിന്റെ ആവശ്യകതയെക്കുറിച്ച് ഒക്കെ നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയവും സന്ദർഭവുമാണിപ്പോൾ. പ്രവാചക സ്മരണയുടെ വളരെ സവിശേഷമായ ഒരു ചരിത്ര സന്ദർഭം റബീഉൽ അവ്വൽ മാസം അതിന്റെ അവസാനത്തിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്ന സന്ദർഭമാണിത്. ഈ സന്ദർഭത്തിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ശരിയായി അറിയുകയും മറ്റുള്ളവരെ അറിയിക്കുകയും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് പഠിക്കുകയും പഠിപ്പിക്കുകയും റസൂലിനോട് നമുക്ക് യഥാർത്ഥത്തിലുള്ള ബന്ധവും ബാധ്യതയും കടപ്പാടും എന്താണെന്ന് യഥാവിധം മനസ്സിലാക്കുകയും ആ ബന്ധത്തിലേക്ക്, ആ കടപ്പാടിന്റെയും ബാധ്യതയുടെയും നിർവഹണത്തിലേക്ക് ഉയർന്നു നിൽക്കുകയും ചെയ്യുക എന്ന് പറയുന്നത് വളരെ സവിശേഷമായ കാര്യമാണ്. പ്രവാചകനോടുള്ള നമ്മുടെ ഹുബ്ബ്, സ്നേഹം എന്ന് പറയുന്നതിന്റെ അടിസ്ഥാനവും എന്തുകൊണ്ടാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പ്രിയപ്പെട്ട ഒരാളായി മാറുന്നത് എന്നതിന്റെ അടിസ്ഥാനവും ലോകത്തുള്ള നമ്മളടക്കമുള്ള സകല ജനങ്ങൾക്കും റഹ്മത്തായും
നിഅമത്തായും മിന്നത്തായും ആണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നിയോഗിച്ചിട്ടുള്ളത് എന്ന കാരണം കൊണ്ടാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിയോഗത്തെക്കുറിച്ച് വിശുദ്ധ ഖുർആനിൽ പല രീതിയിലുള്ള പരാമർശങ്ങൾ നമുക്ക് കാണാൻ പറ്റുന്നതാണ്. എന്തുത്തരവാദിത്തങ്ങൾ നിർവഹിക്കാനാണ്, ഈ ഭൂമിയിൽ എന്ത് ദൗത്യം നിർവഹിക്കാനാണ്, എന്ത് പണിയെടുക്കാനാണ്, എന്ത് ലക്ഷ്യം പൂർത്തീകരിക്കാനാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നിയോഗിച്ചതെന്ന കാര്യം അല്ലാഹു സുബ്ഹാനഹു വ തആല തന്നെ വിശദീകരിക്കുന്ന ധാരാളം ആയത്തുകൾ വ്യത്യസ്ത സ്വഭാവങ്ങളിലുള്ളത് നമുക്ക് കാണാൻ പറ്റുന്നതാണ്. അതിൽ സവിശേഷമായ ഒരു പ്രയോഗം മനുഷ്യരെ അവരകപ്പെട്ടിട്ടുള്ള അന്ധകാരങ്ങളിൽ നിന്ന് പ്രകാശത്തിലേക്ക് വിമോചിപ്പിക്കുവാൻ എന്നതാണ്. മനുഷ്യരകപ്പെട്ടിട്ടുള്ള അന്ധകാരങ്ങൾ എന്ന് പറഞ്ഞാൽ അത് വഴികേടിന്റേതും അജ്ഞതയുടേതുമാണ്. അതുകൊണ്ട് വഴികേടിന്റെയും അജ്ഞതയുടെയും അന്ധകാരങ്ങളിൽ നിന്ന്, ഇരുട്ടുകളിൽ നിന്ന് മനുഷ്യ സമൂഹത്തെ അറിവിന്റെ സന്മാർഗത്തിന്റെ വെളിച്ചത്തിലേക്ക് വിമോചിപ്പിക്കുക എന്നത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദൗത്യമായിരുന്നു. അങ്ങനെ ഒരു ദൗത്യം നിർവഹിക്കുവാൻ അറിവിന്റെയും ജ്ഞാനത്തിന്റെയും സന്മാർഗത്തിന്റെയും ഉറവിടമായി, അല്ലെങ്കിൽ അതിന്റെ അത്ഭുതകരമായ വിസ്മയകരമായ സ്രോതസ്സായി അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രവാചകന് കനിഞ്ഞു നൽകിയിട്ടുള്ളതാണ് വിശുദ്ധ ഖുർആൻ എന്ന് പറയുന്ന വേദഗ്രന്ഥം. ആ ഖുർആനുമായി ബന്ധപ്പെട്ടതായിരുന്നു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദൗത്യങ്ങളൊക്കെയും എന്ന് വിശദീകരിക്കുകയും അങ്ങനെയുള്ള ഒരു പ്രവാചകനെ നിങ്ങൾക്ക് വേണ്ടി അയച്ചു തന്നു എന്നതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങളോട് ചെയ്തിട്ടുള്ള ഏറ്റവും മഹത്തായ ഒരു ഔദാര്യവും കാരുണ്യവും എന്നും വിശുദ്ധ ഖുർആൻ പ്രഖ്യാപിക്കുന്നത് നമുക്ക് കാണാൻ പറ്റുന്നതാണ്. വിശുദ്ധ ഖുർആനിലെ സൂറത്ത് ആലി ഇംറാനിലെ 164-ാമത്തെ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രഖ്യാപിക്കുന്നത് ലഖദ് മന്നല്ലാഹു അലൽ മുഅ്മിനീൻ, തീർച്ചയായും അല്ലാഹു സുബ്ഹാനഹു വ തആല വിശ്വാസികളുടെ മുമ്പിൽ, വിശ്വാസികളുടെ മേൽ അനുഗ്രഹം ചൊരിഞ്ഞിരിക്കുന്നു, മിന്നത്ത് ചൊരിഞ്ഞിരിക്കുന്നു. ആ അനുഗ്രഹം എന്ന് പറയുന്നത് ഇദ് ബഅസല്ലാഹു ഫീഹിം റസൂലൻ മിൻ അൻഫുസിഹിം, അവരിൽ നിന്ന് തന്നെയും അല്ലാഹു ഒരു പ്രവാചകനെ അവർക്ക് വേണ്ടി നിയോഗിക്കുക വഴി അല്ലാഹു വിശ്വാസികളോട് അപാരമായ കാരുണ്യവും അനുഗ്രഹവും ചൊരിഞ്ഞിരിക്കുന്നു എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രഖ്യാപിച്ചിട്ടുള്ളത്. അങ്ങനെ അവരിൽ നിന്ന് തന്നെ അല്ലാഹു തെരഞ്ഞെടുത്ത പ്രവാചകൻ, ആ പ്രവാചകൻ എന്തൊക്കെ പണികളാണ്, എന്തൊക്കെ ദൗത്യങ്ങളാണ് അവർക്ക് വേണ്ടി നിർവഹിച്ചത് എന്ന് അല്ലാഹു വിശദീകരിക്കുന്നത് യത്ലു അലൈഹിം ആയാതിഹി, അവർക്ക് അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങൾ, അള്ളാഹുവിന്റെ ആയത്തുകൾ അത് പാരായണം ചെയ്തു കൊടുക്കുക എന്നതാണ് ആ പ്രവാചകൻ നിർവഹിച്ച ദൗത്യങ്ങളിൽ. അതിനു വേണ്ടിയാണ് ആ പ്രവാചകനെ അല്ലാഹു സുബ്ഹാനഹു വ തആല നിയോഗിച്ചത്. വയുസക്കീഹിം, അവരെ വളർത്തുകയും സംസ്കരിക്കുകയും ചെയ്യുക. തസ്കിയത്ത് എന്ന് പറയുന്ന പണിയാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിയോഗത്തിലൂടെ അല്ലാഹു ഉദ്ദേശിച്ചിട്ടുള്ളത്. അതാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം യഥാർത്ഥത്തിൽ നിർവഹിച്ചിട്ടുള്ളത്. വയുഅല്ലിമുഹുൽ കിതാബ വൽ ഹിക്മ, അവരെ അള്ളാന്റെ വേദഗ്രന്ഥം വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുക. വൽ ഹിക്മ, അതിന്റെ പ്രായോഗിക മാതൃകയായി സുന്നത്ത് പഠിപ്പിക്കുക, അതിന്റെ പ്രായോഗികമായ മാതൃക പഠിപ്പിക്കുക, ചര്യ പഠിപ്പിക്കുക എന്നതും ആ പ്രവാചകന്റെ ദൗത്യമായി അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുള്ള കാര്യമായി നമുക്ക് കാണാൻ പറ്റുന്നതാണ്. ഇതേ ആശയത്തെ പ്രതിനിധീകരിക്കുന്ന, ഇതേ വാചകഘടനയുള്ള ആയത്തുകൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പരിചയപ്പെടുത്താൻ വേണ്ടി വിശുദ്ധ ഖുർആനിൽ ധാരാളമായി വന്നിട്ടുണ്ട് എന്ന് നമുക്കൊക്കെ അറിയാവുന്നതാണ്. നമുക്കൊക്കെ ഏറ്റവും പരിചയമുള്ള ആയത്ത് അത് സൂറത്തുൽ ജുമുഅയിൽ
ഉള്ള അതിന്റെ തുടക്കത്തിൽ വന്നിട്ടുള്ള ആയത്തുകളാണ്. അത് കുറച്ചുകൂടി തെളിച്ചവും കുറച്ചുകൂടി ആശയങ്ങളും കുറച്ചുകൂടി കൃത്യതയും എങ്ങനെയാണ് റസൂലിന്റെ ആ ദൗത്യങ്ങൾ നമ്മളുമായി കണക്ട് ആവുന്നത്, നമ്മളുമായിട്ട് അതെങ്ങനെയാണ് ബന്ധപ്പെടുന്നത്, നമ്മൾ റസൂലുമായിട്ട് എങ്ങനെയാണ് കണക്റ്റഡ് ആവുന്നത് എന്നത് കൂടി വെളിപ്പെടുത്തുന്ന ശൈലിയിലാണ് സൂറത്തുൽ ജുമുഅയിൽ ആ ആയത്തുകൾ വന്നിട്ടുള്ളത്. അതിന്റെ തുടക്കം യുസബ്ബിഹു ലില്ലാഹി മാ ഫിസ് സമാവാതി വൽ മാ ഫിൽ അർദിൽ മലിക്കിൽ ഖുദ്ദൂസിൽ അസീസിൽ ഹകീം എന്ന് പറഞ്ഞുകൊണ്ടാണ്. ആകാശഭൂമികളിലുള്ള സകലതും അല്ലാഹുവിനെ പ്രകീർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്, അല്ലാഹുവിനെ പരിശുദ്ധപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്, അല്ലാഹുവിനുള്ള തസ്ബീഹിലാണ് അവയൊക്കെയും ഉള്ളത്. കാരണം ഹുവല്ലദീ ബഅസ ഫിൽ ഉമ്മയ്യീന റസൂലൻ മിൻഹും, കാരണം അവരാണ് ഉമ്മീയങ്ങളിൽ നിരക്ഷരരായ അറബ് സമൂഹത്തിൽ അവരിൽ നിന്ന് തന്നെയുള്ള ഒരു പ്രവാചകനെ അയച്ചത് ആ അല്ലാഹുവാണ്. ആ അല്ലാഹുവിനെ ആകാശഭൂമികളിലുള്ള സകലതും, ഈ സകല പ്രപഞ്ചത്തിന്റെയും ആകാശഭൂമികളുടെയും ഒക്കെ വെളിച്ചത്തിന് കാരണമായ വിധത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല തന്റെ ഭാഗത്തുനിന്നുള്ള സന്മാർഗവുമായി ഒരു പ്രവാചകനെ നിയോഗിച്ചു എന്ന കാര്യത്തിൽ ആകാശഭൂമികളിലുള്ള സകലതും അല്ലാഹുവിനെ പ്രകീർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്, അല്ലാഹുവിനുള്ള തസ്ബീഹിലാണ്. യത്ലു അലൈഹിം ആയാതിഹി വയുസക്കിഹിം വയുഅല്ലിമുഹുൽ കിതാബ വൽ ഹിക്മ വഇൻ കാനൂ മിൻ ഖബ്ലു ലഫീ ളലാലിൻ മുബീൻ. നേരത്തെ വന്ന ആയത്തിലുള്ള അതേ കാര്യങ്ങൾ തന്നെയാണുള്ളത്. പക്ഷേ അതിനുശേഷമുള്ള ആയത്തിൽ വആഖരീന മിൻഹും, ഈ പ്രവാചകൻ കടന്നു വന്ന് അല്ലാഹുവിന്റെ ആയത്തുകൾ ഓതി കേൾപ്പിക്കുന്നത്, അല്ലാഹുവിന്റെ ആയത്തുകൾ കൈമാറ്റം ചെയ്യുന്നത്, സംസ്കരിക്കുന്നത്, വളർത്തുന്നത്, വിശുദ്ധ ഖുർആനെയും തിരുസുന്നത്തിനെയും പഠിപ്പിക്കുന്നത് ഉമ്മീയങ്ങളായ പ്രവാചകന്റെ കാലത്ത് ജീവിച്ച ആ സമൂഹത്തെയും ആ കാലത്തെ മനുഷ്യരെയും മാത്രമല്ല ഈ പ്രവാചകൻ അഡ്രസ് ചെയ്യുന്നത്. അവരെ മാത്രം അള്ളാന്റെ ആയത്തുകൾ പഠിപ്പിക്കാൻ, വിശുദ്ധ ഖുർആനും തിരുസുന്നത്തും പഠിപ്പിക്കാൻ, അവരെ മാത്രം ജീവിതത്തിൽ ഉയർത്തിക്കൊണ്ടുവരാൻ, സംസ്കരിക്കുവാൻ, വളർത്തിക്കൊണ്ടുവരാൻ നിയോഗിക്കപ്പെട്ട ഒരു പ്രവാചകനല്ല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മറിച്ച് വആഖരീന മിൻഹും ലമ്മാ യൽഹഖു ബിഹിം, ഇന്ന് വരെ ആ സമൂഹത്തോട് കൂടെ വന്നു ചേർന്നിട്ടില്ലാത്ത മറ്റുള്ളവരെയും ഇவ்விதം അല്ലാഹുവിന്റെ ആയത്തുകൾ പഠിപ്പിക്കുവാൻ, അത് പാരായണം ചെയ്ത് കേൾപ്പിക്കുവാൻ, അതുവഴി സംസ്കരിക്കുവാൻ കടന്നു വന്ന ലോകർക്കാകെയുമുള്ള പ്രവാചകനാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് ആകാശഭൂമികളിലുള്ള സകലതും അല്ലാഹുവിനെ ആ ഒരു അനുഗ്രഹത്തിന്റെ പേരിൽ നിരന്തരമായി പ്രകീർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്, തസ്ബീഹ് ചൊല്ലിക്കൊണ്ടിരിക്കുകയാണ്. ദാലിക ഫദ്ലുല്ലാഹി യുഅ്തീഹി മൻ യശാ വല്ലാഹു ദുൽ ഫദ്ലിൽ അളീം എന്ന് മാത്രമല്ല, അല്ലാഹു ഈ ചെയ്തിട്ടുള്ളത് അതിമഹത്തായ ഒരു ഔദാര്യമാകുന്നു, ഒരു അനുഗ്രഹമാകുന്നു. അത് അല്ലാഹു ഉദ്ദേശിക്കുന്നവർക്ക് സവിശേഷമായി നൽകുന്ന ഒരു അനുഗ്രഹമാണ് എന്നും അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു. അതുകൊണ്ട് പ്രവാചകൻ നമുക്ക് എത്തിച്ചു തന്ന വിശുദ്ധ ഖുർആൻ, പ്രവാചകൻ പാരായണം ചെയ്ത് കേൾപ്പിച്ചു തന്ന വിശുദ്ധ ഖുർആൻ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിച്ച വിശുദ്ധ ഖുർആനും അതിന്റെ വിശദീകരണവും അതിന്റെ പ്രായോഗികമായ മാതൃകയും, ഇതുമായാണ് റസൂലുമായിട്ടുള്ള നമ്മുടെ ബന്ധം. ആ അധ്യാപനങ്ങളിലൂടെ, ആ വിശുദ്ധ ഖുർആനിന്റെ വെളിച്ചത്തിലൂടെ ജീവിതത്തിൽ കടന്നു പോകാൻ കഴിയുമ്പോൾ നമ്മൾ അനുഭവിക്കുന്ന സൗഭാഗ്യങ്ങൾ, നമുക്ക് ലഭിക്കുന്ന വിജയങ്ങൾ, നമുക്ക് ലഭിക്കുന്ന സന്തോഷങ്ങൾ, ഇതാണ് യഥാർത്ഥത്തിൽ നമ്മുടെ ഹൃദയങ്ങളിൽ പ്രവാചക സ്നേഹം തളിരിട്ട് വളരാനുള്ള യഥാർത്ഥ കാരണം എന്നതാണ് യാഥാർത്ഥ്യം. അതുകൊണ്ട് പ്രവാചകൻ നിർവഹിച്ച ആ ദൗത്യങ്ങളോട് ഏതളവിലാണ് നമ്മുടെ സമീപനം, ഏതളവിലാണ് വിശുദ്ധ ഖുർആനുമായിട്ടുള്ള നമ്മുടെ ബന്ധം, പ്രവാചകൻ ഓതി ചൊല്ലി പഠിപ്പിച്ചിരുന്ന വിശുദ്ധ ഖുർആൻ എത്ര അളവിൽ നമ്മൾ പാരായണം ചെയ്യുന്നു, ആ ആയത്തുകളിലൂടെ ജീവിതത്തിൽ എത്ര സമയം നമ്മൾ കടന്നു പോകുന്നു,
പ്രവാചകൻ പഠിപ്പിച്ച വിശുദ്ധ ഖുർആനെ, ആ വിശുദ്ധ ഖുർആനിന്റെ അധ്യാപനങ്ങളെ എത്ര അളവിൽ നമ്മൾ മനസ്സിലാക്കുന്നു, എത്ര അളവിൽ നമ്മുടെ പ്രായോഗിക ജീവിതത്തിൽ പ്രവാചകൻ ജീവിച്ച് മാതൃക കാണിച്ചു തന്നതുപോലെ നമ്മൾ നമ്മുടെ ജീവിതത്തിലേക്ക് സ്വീകരിക്കുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ് പ്രവാചകനുമായുള്ള നമ്മുടെ ബന്ധം, നമ്മുടെ കണക്ഷൻ യഥാർത്ഥത്തിൽ അതുമായി മാത്രം ബന്ധപ്പെട്ടതാണ്. അതിനോട് എന്ത് സമീപനമാണ് നമ്മൾ സ്വീകരിക്കുന്നത് എന്നതിനനുസരിച്ചാണ് പ്രവാചകനോട് നമുക്ക് വൈകാരികമായ ബന്ധമുണ്ടാകുന്നത്. ദീനിൽ ഫർദാക്കപ്പെട്ട ഹുബ്ബുർ റസൂൽ, റസൂലിനോടുള്ള സ്നേഹം, അത് നമ്മളിൽ ഉണ്ടാകുന്നത് അതിന്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ് എന്ന് പഠിപ്പിക്കപ്പെട്ടിരിക്കുന്നു. വരും മുൻകാല സമൂഹങ്ങൾക്ക് അവരവരുടെ പ്രവാചകന്മാരോടും ആ പ്രവാചകന് നൽകപ്പെട്ട വേദഗ്രന്ഥത്തോടും നടത്തിയ സമീപനത്തിന്റെ സമാനമായ സമീപനം വെച്ചു പുലർത്തുന്നതിന്റെ അപകടത്തെക്കുറിച്ചാണ് സൂറത്തുൽ ജുമുഅയിലെ ഇതുവരെ പറഞ്ഞ ആയത്തുകൾക്ക് തൊട്ടുശേഷം അല്ലാഹു സുബ്ഹാനഹു വ തആല വിശദീകരിക്കുന്നത്. നമുക്കൊക്കെ വളരെ പരിചയമുള്ള, വളരെ സുപരിചിതമായ വിശുദ്ധ ഖുർആനിലെ ഉപമകളുടെ കൂട്ടത്തിലെ വളരെ പ്രസിദ്ധമായ ഒരു ഉപമയാണിത്. മസലുൽ ലദീന ഹുമ്മിലുത് തൗറാത സുമ്മ ലം യഹ്മിലുഹാ കമസലിൽ ഹിമാർ. ഇങ്ങനെ ഒരു മുമ്പ് പ്രവാചകന്മാർ കടന്നുപോയിട്ടുണ്ട്, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പോലെ. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ദിവ്യ സന്ദേശങ്ങൾ, അവന്റെ വേദഗ്രന്ഥം ഇതൊക്കെ നൽകി. ഇത് ജനങ്ങളെ പഠിപ്പിക്കാൻ വേണ്ടി, ജനങ്ങളെ അതുവഴി സംസ്കരിക്കാൻ വേണ്ടി ഉള്ള നിയോഗ ദൗത്യം ഏൽപ്പിക്കപ്പെട്ട് ഈ ഭൂമിയിലേക്ക് കടന്നു വന്ന പ്രവാചകന്മാർ മുൻകാലത്തും ഉണ്ടായിട്ടുണ്ട്. അവരിൽ ശ്രദ്ധേയനായ ഒരാൾ എന്ന് പറയുന്നത് തൗറാത്ത് നൽകപ്പെട്ടിട്ടുള്ള മൂസ അലൈഹിസ്സലാമയാണ്. മൂസ അലൈഹിസ്സലാമയുടെ സമൂഹത്തിന്റെ സ്ഥിതി എന്താണ് എന്ന് അള്ളാഹു നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. മസലുൽ ലദീന ഹുമ്മിലുത് തൗറാത, ഒരു പ്രവാചകൻ വളരെ കഷ്ടപ്പെട്ട്, വളരെ ത്യാഗങ്ങൾ സഹിച്ച് അള്ളാഹുവിൽ നിന്ന് വഹി ഏറ്റുവാങ്ങി, അള്ളാഹുവിൽ നിന്ന് ഒരു വേദഗ്രന്ഥം ഏറ്റുവാങ്ങി, ആ വേദഗ്രന്ഥവുമായി കടന്നു വന്ന് ആ വേദഗ്രന്ഥത്തിന്റെ അടിസ്ഥാനത്തിൽ തന്റെ സമൂഹത്തെ സംസ്കരിക്കുവാൻ, അവരെ ആ വേദഗ്രന്ഥത്തിലെ അധ്യാപനങ്ങൾ പഠിപ്പിക്കുവാൻ ഒക്കെ ശ്രമങ്ങൾ നടത്തി. അങ്ങനെ ഭാഗ്യമുണ്ടായ ഒരു ഖൗമ്, ഒരു ബനൂ ഇസ്രായേൽ എന്ന് പറയുന്ന ഒരു സമുദായം. പക്ഷേ ഗ്രന്ഥം വഹിപ്പിക്കപ്പെട്ടിട്ടും ഗ്രന്ഥം മുതുകിൽ വെച്ചുകൊടുത്തിട്ടും സൗകര്യപൂർവ്വം ഗ്രന്ഥങ്ങൾ നൽകപ്പെട്ടിട്ടും അവർ അതിനോടെടുത്ത സമീപനം കമസലിൽ ഹിമാരി യഹ്മിലു അസ്ഫാറ, ഗ്രന്ഥക്കെട്ടുകൾ ചുമക്കുന്ന കഴുതകളെ പോലെ ആയി മാറുകയാണ്. മുതുകത്തിരിക്കുന്ന, കയ്യിൽ കിട്ടിയിട്ടുള്ള, തനിക്ക് തങ്ങൾക്ക് കനിഞ്ഞു നൽകപ്പെട്ടിട്ടുള്ള അള്ളാഹുവിന്റെ ദിവ്യ സന്ദേശങ്ങൾ എന്തെന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കാത്ത, മുതുകിൽ വലിയ അറിവിന്റെയും ഐഡിയകളുടെയും ഗ്രന്ഥങ്ങൾ ഇങ്ങനെ മുതുകിൽ ചുമന്ന് നടക്കുന്ന, എന്നാൽ അതിൽ നിന്ന് ഒരു ഉപകാരവും നേടാൻ കഴിയാത്ത കഴുതകളെ പോലെയായവർ എന്ന് പറഞ്ഞിട്ടൊരു സമൂഹത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പരിചയപ്പെടുത്തിയിട്ടുണ്ട്. അവർ വേദഗ്രന്ഥത്തോടെടുത്ത സമീപനത്തെ ചൂണ്ടിയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങനെ പരിചയപ്പെടുത്തിയിട്ടുള്ളത് എന്ന് നമുക്ക് കാണാൻ പറ്റുന്നതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുഹമ്മദുർ റസൂലുള്ളാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ്, അവിടെയാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുമായി നമ്മുടെ ബന്ധം ആരംഭിക്കുന്നത്. അതിന്റെ റൂട്ട് അവിടെയാണ്, അതിന്റെ വേരവിടെയാണ്. അള്ളാഹു കഴിഞ്ഞാൽ പിന്നെ അള്ളാഹുവാണ് സകല ലോകങ്ങളുടെയും പരമാധികാരിയായ ഏക ഇലാഹ് എന്നത് കഴിഞ്ഞാൽ പിന്നെ ആ യാഥാർത്ഥ്യം തന്നെയും നമ്മെ പഠിപ്പിക്കാൻ യഥാർത്ഥത്തിൽ അഖില പ്രപഞ്ചങ്ങളിൽ നിങ്ങൾ കണ്ണു തുറന്നു നോക്കുമ്പോൾ ഇവിടെ അധികാരികളായി, ദൈവങ്ങളായി വ്യാജമായി കുറെ പേർ രംഗപ്രവേശം ചെയ്തിട്ടുണ്ടാകും നിങ്ങളുടെ കൺമുമ്പിൽ. പരമാധികാരികൾ ഞങ്ങളാണെന്ന്, നിങ്ങളുടെ ജീവിതത്തിൽ പരമാധികാരികൾ ഞങ്ങളാണെന്ന് തിട്ടൂരം മറക്കുന്ന ധാരാളം വ്യാജ ഇലാഹുകളെ നിങ്ങൾക്ക് അഭിമുഖീകരിക്കേണ്ടി വരും. പക്ഷേ യഥാർത്ഥത്തിൽ അഖില പ്രപഞ്ചങ്ങൾക്കും ഏകനായ ഒരു ഇലാഹല്ലാതെ മറ്റൊരു ഇലാഹുമില്ല എന്ന ഈ പ്രപഞ്ചവുമായി ബന്ധപ്പെട്ട, നമുക്കറിയാവുന്നതും അറിയാത്തതുമായ സകല ലോകങ്ങളുമായി ബന്ധപ്പെട്ട ഏറ്റവും പരമമായ സത്യം നമ്മെ പഠിപ്പിക്കാൻ വേണ്ടി അള്ളാഹു നിയോഗിച്ചയച്ച പ്രവാചകനാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം.
ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നതിനോട് ചേർത്ത് ആ സത്യത്തിലേക്കടക്കം നമ്മെ വഴി നടത്തിയിട്ടുള്ള മുഹമ്മദുൻ റസൂലുള്ളാഹ്. പ്രവാചകൻ അങ്ങനെ ഇല്ലെങ്കിൽ, പ്രവാചകൻ ത്യാഗങ്ങൾ സഹിച്ചിട്ടില്ലെങ്കിൽ, പ്രവാചകൻ തന്റെ ഉത്തരവാദിത്വം നിർവഹിക്കുന്ന അങ്ങനെ ഒരു പ്രവാചകൻ കടന്നു വന്നില്ലെങ്കിൽ നമ്മൾ ഈ സന്മാർഗത്തിലേക്ക്, ഈ സത്യത്തിലേക്ക് നമ്മൾ വഴി നടത്തപ്പെടുമായിരുന്നില്ല. മറിച്ച് വിഡ്ഢികളായി വ്യാജന്മാരായ കള്ള ദൈവങ്ങളെയും കള്ള പരമാധികാരികളെയും ജീവിതത്തിൽ അനുസരിച്ചും അവർക്ക് വിധേയപ്പെട്ടും അവരുടെ നിയമങ്ങൾക്ക് വഴങ്ങിയും ജീവിക്കുന്ന ദുസ്ഥിതി നമുക്ക് സംഭവിക്കുമായിരുന്നു. അത് സംഭവിക്കാതെ നമ്മെ സത്യത്തിലേക്ക് വഴി നടത്തിയത് ആ പ്രവാചകനാണ് എന്നതാണ്. ആ പ്രവാചകനോടുള്ള നമ്മുടെ ബന്ധം അതുകൊണ്ട് റസൂലുള്ളാഹ് എന്ന ബന്ധമാണ്. അള്ളാന്റെ റസൂൽ. എപ്പോഴാണ് മുഹമ്മദ് നബി, മുഹമ്മദ് എന്ന് പറയുന്ന മക്കയിൽ ജനിച്ചു വളർന്ന മനുഷ്യൻ എപ്പോഴാണ് അള്ളാന്റെ റസൂലായത് എന്ന് ചോദിച്ചാൽ, ആ റസൂലിന് ആദ്യമായി അള്ളാന്റെ വഹയിന്റെ പാഠങ്ങൾ അവതരിച്ചു കിട്ടി തുടങ്ങിയത് മുതലാണ് അദ്ദേഹം ഒരു റസൂലായി മാറിയത്. തന്റെ 40-ാമത്തെ വയസ്സിൽ അങ്ങനെ അത് ഏറ്റുവാങ്ങി അത് തന്റെ കൈകളിലേക്ക് നൽകപ്പെട്ടു കഴിഞ്ഞപ്പോൾ ആ പ്രവാചകൻ പിന്നെ എന്താണ് ചെയ്തത്? അള്ളാന്റെ ദിവ്യമായ ആ ആയത്തുകൾ, ആ സൂക്തങ്ങൾ, അതിന്റെ ഉള്ളടക്കങ്ങൾ അത് സ്വന്തം കയ്യിൽ കാത്തു സൂക്ഷിച്ചു വെക്കുന്നതിന് പകരം, ഇത് തനിക്കായി കിട്ടിയത് എന്ന് കരുതുന്നതിന് പകരം ആ ആയത്തുകൾ വളരെ വിപുലമായി, വളരെ സൂക്ഷ്മതയോടുകൂടി, ഒരു പ്രത്യേകമായ സ്ട്രാറ്റജിയോടുകൂടി അത് ജനങ്ങളെ പഠിപ്പിക്കാൻ ഒരുങ്ങിയിറങ്ങുകയാണ് ആ റസൂൽ ചെയ്തത്. അങ്ങനെയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാന്റെ ആയത്തുകൾ സഹധർമ്മിണിയായ ഖദീജയോട്, തനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവൾ, ജീവിതത്തിൽ തന്നോട് ഏറ്റവും അടുത്ത് കഴിയുന്നവർ, തനിക്ക് വ്യക്തിപരമായി ഏറ്റവും അടുപ്പവും അറിവും പരിചയവുമുള്ളയാൾ, ഒന്നിച്ച് കിടന്നുറങ്ങുന്നവൾ എന്ന നിലക്ക് സഹധർമ്മിണിയോട് അള്ളാന്റെ ആ ദിവ്യമായ ആയത്തുകൾ, അതിന്റെ പൊരുളുകൾ, അതിന്റെ സന്ദേശങ്ങൾ, ഇസ്ലാം എന്ന് പറയുന്ന ആശയം അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഖദീജ ബിവി ഇസ്ലാം സ്വീകരിച്ചു. പിന്നീട് അവിടെ നിന്ന് തുടങ്ങി റസൂലിന്റെ ഒരു പ്രയാണം ആരംഭിക്കുകയാണ്. അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആനിന്റെ പ്രചാരണം, അതിന്റെ അധ്യാപനം, അതിന്റെ ഓതിക്കേൽപ്പിക്കലുകൾ, ഇങ്ങനെയുള്ള തന്റെ ദൗത്യ നിർവഹണത്തിന്റെ പാതയിൽ ഉള്ള ഒരു മുന്നോട്ട് പോക്ക്, ഒരു പ്രയാണം റസൂൽ ആരംഭിക്കുന്നത് അവിടെയാണ്. അവിടെ വളരെ ശ്രദ്ധേയമായ ആ പ്രബോധന ഘട്ടത്തിന്റെ തുടക്കത്തിൽ തന്നെയുള്ള വളരെ ശ്രദ്ധേയമായ ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, ഈ ദിവ്യ സന്ദേശം കൈകളിലേക്ക് കിട്ടി, ഇത് മനുഷ്യരിലേക്ക് കൈമാറാനുള്ള, മനുഷ്യരിലേക്ക് പ്രബോധനം ചെയ്യാനുള്ള, തബ്ലീഗ് ചെയ്യാനുള്ള, അവരെ ഈ വിശുദ്ധ ഖുർആനിന്റെ പാഠങ്ങളിലേക്ക്, അധ്യാപനങ്ങളിലേക്ക്, വെളിച്ചത്തിലേക്ക് അവരെ ക്ഷണിക്കാനുള്ള ഉത്തരവാദിത്വം നിർവഹിച്ചപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു മനുഷ്യനെയും അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്തില്ല എന്നതാണ്. അവനോടിപ്പോ ഓതിക്കൊടുത്തിട്ട് കാര്യമില്ല, അവനോടിപ്പോ അത് പറഞ്ഞിട്ട് കാര്യമില്ല, അവനതിനായിട്ടില്ല, അതിനുള്ള നിലവാരം അതിനില്ല എന്ന അണ്ടർ എസ്റ്റിമേഷൻ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നടത്തിയില്ല എന്നതാണ്. അതുകൊണ്ട് തന്നെ രണ്ടാമതോ മൂന്നാമതോ ആയി, ഖദീജ ബീവിക്ക് ശേഷം രണ്ടാമതോ മൂന്നാമതോ ആയി വിശുദ്ധ ഖുർആനിന്റെ പാഠങ്ങൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ചൊല്ലിക്കൊടുത്തത് 10 വയസ്സുകാരനായ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിനാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം റസൂലിന്റെ വീട്ടിലാണ് അലി റളിയല്ലാഹു അൻഹു വളർന്ന് വന്നത്. അങ്ങനെ ഒരു ദിവസം യാദൃശ്ചികമായി മുൻപെങ്ങുമില്ലാത്ത വിധം റസൂലും റസൂലിന്റെ കൂടെ റസൂലിന്റെ ഭാര്യ ഖദീജ ബീവിയും നിന്നിട്ട് പ്രത്യേകമായ രീതിയിൽ ഒരു ആരാധനാകർമ്മം നിർവഹിക്കുന്നു. അപ്പൊ അലി ചോദിച്ചു, എന്താണ് ഈ ചെയ്യുന്നത്? ഇത് മുമ്പൊന്നും കണ്ടിട്ടില്ലാത്തതാണ്. അപ്പൊ റസൂല്, അതൊന്നും എനിക്ക് പറഞ്ഞാൽ മനസ്സിലാവൂല, അതൊക്കെ വേറെ വലിയ കാര്യമാണ്, നീ ചെറിയ കുട്ടിയല്ലേ എന്ന് പറഞ്ഞിട്ട് പറഞ്ഞു അയക്കുകയല്ല ചെയ്തത്. റസൂല് വിശദീകരിച്ചു കൊടുത്തു, എനിക്ക് അള്ളാഹുവിൽ നിന്ന് ദിവ്യ സന്ദേശങ്ങൾ ലഭിച്ചിരിക്കുന്നു, പുതിയ ഒരു ദീൻ എനിക്ക് ലഭിച്ചിരിക്കുന്നു, അല്ലാഹുവല്ലാതെ ഏകനായ അല്ലാഹുവല്ലാതെ മറ്റൊരു ഇലാഹില്ല എന്നതാണ് അതിന്റെ അടിസ്ഥാനം. സകല വ്യാജ ദൈവങ്ങളെയും വിട്ട് ഞങ്ങൾ അല്ലാഹുവിനെ മാത്രമായി നടത്തുന്ന നമസ്കാരം എന്ന ആരാധനയാണ് എന്ന് പറഞ്ഞ് വിശദീകരിക്കുക മാത്രമല്ല, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നിനക്ക് കഴിയുമെങ്കിൽ നീയും ഈ സന്ദേശം സ്വീകരിച്ചു കൊള്ളുക എന്ന് അലിയോട് പറഞ്ഞു.
അലി പറഞ്ഞു, ഇത് വല്ലാത്ത ഒരു പുതിയ കാര്യം തന്നെയാണല്ലോ, ഇത് വലിയ അത്ഭുതമായിരിക്കുന്നല്ലോ എന്നൊക്കെ പറഞ്ഞു. പക്ഷെ അലി പറഞ്ഞു, പക്ഷെ ഞാൻ എന്റെ ജീവിതത്തിൽ സുപ്രധാനമായ ഒരു കാര്യങ്ങളും എന്റെ പിതാവ് അബൂ ത്വാലിബിനോട് അഭിപ്രായം ചോദിക്കാതെ ഞാൻ എടുക്കാറില്ല. അപ്പൊ അതുകൊണ്ട് ഞാൻ വാപ്പാനോടൊന്ന് ചോദിക്കട്ടെ, എന്നിട്ട് ഞാൻ തീരുമാനം പറയാം എന്ന് പറഞ്ഞു. അപ്പൊ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രബോധനത്തിന്റെ ഏറ്റവും ആദ്യത്തിലുള്ള ആ ഒരു ഘട്ടത്തിൽ അബൂ ത്വാലിബ് പോലും അത് അറിയുന്നത് റസൂൽ ആഗ്രഹിക്കാത്തതുകൊണ്ട് അലിയോട് പറഞ്ഞു, നീ ഇസ്ലാം സ്വീകരിക്കുന്നില്ലെങ്കിൽ, നീ ഇത് സ്വീകരിക്കുന്നില്ലെങ്കിൽ ഞാൻ പറഞ്ഞത് നീ രഹസ്യമായി സൂക്ഷിച്ചുകൊള്ളുക, വേറെ ആരോടിപ്പോ പിതാവിനോട് പോലും ഇത് പറയണ്ട എന്ന് പറഞ്ഞു. അലി റളിയല്ലാഹു അൻഹു അങ്ങനെ അത് കേട്ടുപോയി. രാത്രി കിടന്നുറങ്ങി. രാവിലെ എണീറ്റ് വന്ന് അലി റളിയല്ലാഹു അൻഹു റസൂലിനോട് വീണ്ടും, നിങ്ങൾ ഇന്നലെ നിങ്ങളുടെ പുതിയ മതത്തെക്കുറിച്ച്, പുതിയ ദീനിനെ കുറിച്ച് എന്തൊക്കെയാണ് പറഞ്ഞത് എന്ന് ചോദിച്ചു. റസൂൽ അത് ആവർത്തിച്ചു. അതാവർത്തിച്ചതിനൊടുവിൽ അലി റളിയല്ലാഹു അൻഹു 10 വയസ്സ് പ്രായമായുള്ളൂ. അലി റളിയല്ലാഹു അൻഹു എങ്കിൽ എനിക്ക് ഇസ്ലാം സ്വീകരിക്കണം എന്ന് പറഞ്ഞു. റസൂൽ ഷഹാദത്ത് ചൊല്ലിക്കൊടുത്തു. 10 വയസ്സ് മാത്രമുള്ള പ്രായത്തിൽ ജീവിതത്തിൽ വലിയ ഒരു തീരുമാനം, എല്ലാവരെയും അത്ഭുതപ്പെടുത്തുന്ന വിധത്തിൽ ഒരു ചെറിയ ബാലൻ, 10 വയസ്സ് പ്രായപൂർത്തി പോലും ആകാത്ത ഒരു ചെറിയ കുട്ടി ജീവിതത്തിൽ വലിയ ഒരു ആശയത്തെ സ്വീകരിക്കുകയാണ്, ഇസ്ലാമിനെ സ്വീകരിക്കുകയാണ്. ജീവിതത്തിലെ വലിയ ഒരു തീരുമാനവും ഒരു നിലപാടും എടുക്കുകയാണ്. അതുകൊണ്ട് കുട്ടികളെ നമ്മൾ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യരുത്. വിശുദ്ധ ഖുർആനിന്റെ, ഇസ്ലാമിന്റെ പഠന മേഖലയിലേക്ക് നമ്മുടെ മക്കളെ കൈപ്പിടിച്ചുയർത്തുക എന്ന് പറയുന്നത് നമുക്ക് അവരെക്കുറിച്ചുള്ള മതിപ്പ് കമ്മി കൊണ്ട് മാത്രം സംഭവിക്കാതെ പോകരുത്. അതിലപ്പുറം നമുക്ക് അവരോടുള്ള ദൗത്യമുണ്ട്, ഉത്തരവാദിത്തമുണ്ട്. ഒരു പിതാവിന്, ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു മുമ്പിൽ മകനെക്കുറിച്ച്, അനുസരണക്കേട് കാണിക്കുന്ന മകനെക്കുറിച്ച് പരാതിയുമായി വന്ന ഒരു മനുഷ്യനുണ്ടായിരുന്നു. ഉമർ റളിയല്ലാഹു അൻഹു മകനെ വിളിച്ചു വരുത്തി. എന്നിട്ട് മകനെ നന്നായി ഉപദേശിച്ചു. മേലാൽ വാപ്പാനോട് കുരുത്തക്കേട് കാണിക്കരുത്, അനുസരണക്കേട് കാണിക്കരുത് എന്നൊക്കെ പറഞ്ഞ അയാളെ ആ മകനെ ഉപദേശിച്ചു. മകൻ അതൊക്കെ കേട്ടു, അനുസരിച്ചു. പക്ഷേ മകൻ അവസാനം അവിടെ വിട്ടു പോകുന്നതിന് മുമ്പ് ഉമർ റളിയല്ലാഹു അൻഹു ചോദിച്ചു, അല്ല അമീറുൽ മുഅ്മിനീൻ, ഒരു മകന് വാപ്പാക്കുള്ള ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കണം എന്നത് എനിക്കറിയാം, അത് നിർവഹിക്കുന്നതിൽ എനിക്ക് വീഴ്ച പറ്റിയിട്ടുണ്ട്, ഞാനത് ശ്രദ്ധിച്ചുകൊള്ളാം. പക്ഷേ ഒരു മകന് വാപ്പയിൽ നിന്ന് കിട്ടേണ്ടുന്ന അവകാശങ്ങളൊന്നുമില്ലേ, അല്ലെങ്കിൽ മകനോട് വാപ്പാക്കൊരു ബാധ്യതയുമില്ലേ എന്ന് ചോദിച്ചു. ഉമർ റളിയല്ലാഹു അൻഹു ഉണ്ടല്ലോ എന്ന് പറഞ്ഞു. എന്തൊക്കെയാണ്? ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഒന്ന് മകന് വേണ്ടി നല്ല ഉമ്മയെ തെരഞ്ഞെടുക്കുക. അത് കല്യാണം കഴിക്കുന്നതിന് മുമ്പ് ആലോചിക്കേണ്ട കാര്യമാണ്. ആണെന്ന് നല്ല താൻ തെരഞ്ഞെടുക്കുന്നത് തന്റെ ഒരു 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 ഭാര്യ മാത്രമല്ല, തനിക്ക് തന്റെ ജൈവികമായ ആവശ്യങ്ങൾ പൂർത്തീകരിക്കാനുള്ള ഒരു പെണ്ണിനെയല്ല മാത്രമല്ല താൻ തെരഞ്ഞെടുക്കുന്നത്, തന്റെ മക്കൾക്കുള്ള ഉമ്മയെ കൂടിയാണ് തെരഞ്ഞെടുക്കുന്നത് എന്നത് വിവാഹാലോചനയുടെ സമയത്ത് ബോധ്യമാണ്. അതാണുങ്ങൾക്കും വേണം, പെണ്ണുങ്ങൾക്കും വേണം. അപ്പോ ഒന്നാമത്തെ ബാധ്യത അതാണ്. രണ്ടാമത്തത്, ഒരു കുട്ടിയുണ്ടായാൽ ആ കുട്ടിയെ നല്ല പേര് വിളിക്കുക എന്നതാണ്. മൂന്നാമത്തത്, അവനെ വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുക എന്നതാണ്. അങ്ങനെ ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു. അപ്പൊ കുട്ടി പറഞ്ഞു, ആ മകൻ പറഞ്ഞു, എങ്കിൽ എന്റെ വാപ്പ എന്നോട് ഈ 3 ബാധ്യതകളും നിർവഹിച്ചിട്ടില്ല. എനിക്ക് വേണ്ടി നല്ല ഒരു ഉമ്മയെ തെരഞ്ഞെടുത്തില്ല, ഒരു അടിമ സ്ത്രീയാണ് എന്റെ ഒപ്പം കല്യാണം കഴിച്ചത്. എനിക്ക് വേണ്ടി നല്ലൊരു പേരിട്ടിട്ടില്ല, എന്നെ ആളുകൾ കളിയാക്കുന്ന ഒരു പേരാണ് വിളിച്ചത്. വിശുദ്ധ ഖുർആനിൽ ഒന്നും എന്റെ വാപ്പ എന്നെ പഠിപ്പിച്ചിട്ടില്ല. ഉമർ റളിയല്ലാഹു അൻഹു ആ വാപ്പയുടെ കഴുത്തിൽ കുത്തിപ്പിടിച്ചു. നിന്റെ മകൻ നിന്നോട് അനുസരണക്കേട് കാണിക്കുന്നതിന് മുമ്പ്, നിന്നോട് ദുൽമ കാണിക്കുന്നതിന് മുമ്പ് നീ അവനോടാണ് ദുൽമ കാണിച്ചിട്ടുള്ളത് എന്ന് പറഞ്ഞ് താക്കീത് ചെയ്യുകയാണ് ചെയ്യുന്നത്. മക്കളോടുള്ള ബാധ്യതകൾ, അവരെ ഹിദായത്തിലേക്ക് നയിക്കാനുള്ള മാർഗങ്ങൾ, അവരെ വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കാനുള്ള ദീനിയായ ഏറ്റവും അടിസ്ഥാനപരമായ ബാധ്യത, അതെന്ത് ത്യാഗം സഹിച്ചു, എന്ത് ചെലവഴിച്ചു, എന്ത് തന്നെ ത്യജിച്ചു നമ്മൾ നിർവഹിക്കേണ്ട ഒരു കാര്യമാണ്. ആ വഴിക്കാണ് ജീവിതത്തിൽ
നസ്ർ വരിക, മിൻ ഹുനാ യഅതി നസ്ർ എന്ന് സലാഹുദ്ദീൻ അൽ അയ്യൂബി പറഞ്ഞിട്ടുള്ള ആ നസ്ർ വന്നു ചേരേണ്ടുന്ന, അതിന് കുതിക്കുന്ന വളരെ സങ്കീർണമായ ജീവിത സാഹചര്യങ്ങളിലാണ് നമ്മളുള്ളത്. ഏത് വഴിക്കാണ് നസ്ർ വരിക എന്നത് നമ്മൾ പഠിപ്പിക്കപ്പെട്ടിട്ടുള്ളത് വിശുദ്ധ ഖുർആനുമായുള്ള നമുക്കുള്ള ബന്ധം, അതുവഴി നമ്മൾ ജീവിതത്തിലേക്ക് സ്വീകരിക്കുന്ന വിശ്വാസവും കർമ്മങ്ങളും ധാർമ്മികതയും, ആ വഴിക്ക് മാത്രമേ അള്ളാന്റെ സഹായം വന്നു ചേരുകയുള്ളൂ. അതുകൊണ്ടാണ് ഗസ്സക്കാർ എല്ലാ പരാധീനതകൾക്ക് നടുവിലും വിശുദ്ധ ഖുർആനെ കെട്ടിപ്പിടിച്ചിരിക്കുന്നത്. ദിവസങ്ങൾ, ഓരോ ദിവസവും നിലവിൽ താമസിക്കുന്നിടത്തു നിന്ന് ആക്രമണമേറ്റും താക്കീതിന് വഴങ്ങിയും മറ്റിടങ്ങളിലേക്ക് അഭയാർത്ഥി ക്യാമ്പുകളിലേക്ക് മാറി താമസിക്കേണ്ടി വരുമ്പോൾ, ഒരഭയാർത്ഥി ക്യാമ്പുകളിൽ എത്തിച്ചേർന്നു കഴിഞ്ഞാൽ അവരാദ്യം ചെയ്യുന്ന പണി ഒരു ഹൈമ കെട്ടി, ഒരു ടെന്റ് കെട്ടി, ഹൈമത്തു തഹ്ഫീദുൽ ഖുർആൻ, ഖുർആൻ തഹ്ഫീദിനുള്ള ഒരു ടെന്റ്, അത് കെട്ടിയിട്ടാണ് അവർ പുതിയൊരു പ്രദേശത്ത്, പുതിയൊരു അഭയാർത്ഥി ക്യാമ്പിൽ ഉള്ള സൗകര്യങ്ങളിൽ അവർ പുതിയ ജീവിതങ്ങൾ ആരംഭിക്കുന്നത്. അവർക്കറിയാം ഈ വിശുദ്ധ ഖുർആനുമായി ഞങ്ങൾ നിലനിർത്തിപ്പോന്ന ദീർഘകാലത്തെ ഉപരോധത്തിന് നടുവിലും ഞങ്ങൾ പുലർത്തിപ്പോന്ന ആ ബന്ധമാണ് ഞങ്ങളെ ലോകം മുഴുവൻ ശത്രുവിനെ പോലെ പെരുമാറിക്കൊണ്ടിരിക്കുമ്പോഴും പിടിച്ചു നിൽക്കാൻ ഞങ്ങൾക്ക് പ്രാപ്തിയും കരുത്തും നൽകുന്നത് ആ വിശുദ്ധ ഖുർആനാണ് എന്ന ബോധം അവർക്കുണ്ട്. ഇനിയും അള്ളാഹുവിന്റെ സഹായം ജീവിതത്തിലേക്ക് വന്നിറങ്ങേണ്ടത് ഈ ഒരു കയർ വഴി, ഈ ഒരു മാർഗം വഴി. അള്ളാഹു ഒരറ്റവും ഞങ്ങൾ മറ്റേ അറ്റവും പിടിച്ചിട്ടുള്ള റസൂൽ പറഞ്ഞതുപോലെ ഇന്ന ഹാദൽ ഖുർആന സബബുൻ, ഈ വിശുദ്ധ ഖുർആൻ എന്ന് പറയുന്നത് ഇതൊരു കയറാണ്, ഇതൊരു മാർഗമാണ്. ത്വർഫുഹു ബിയദില്ല, അതിന്റെ ഒരറ്റം അള്ളാന്റെ കയ്യിലാണ്. വത്വർഫുഹു ബിഅയ്ദിക്കും, അതിന്റെ മറ്റേ അറ്റം നിങ്ങളുടെ കയ്യിലാണ്. അതുകൊണ്ട് വിടാതെ ഈ അറ്റം മുറുകെ പിടിക്കുന്നതിലൂടെ അല്ലാതെ അള്ളാഹുവുമായിട്ടുള്ള ആ ബന്ധവും അതുവഴി അള്ളാന്റെ സഹായവും ജീവിതത്തിലേക്ക് നേടിയെടുക്കാൻ കഴിയില്ല എന്ന ഉറച്ച ബോധ്യത്തിലാണ് അവരുള്ളത്. ഈ വഴി മാത്രമേ നമുക്കുള്ളൂ എന്ന ഉറച്ച ബോധ്യമുണ്ടാവുക, വിശുദ്ധ ഖുർആന്റെ ആ നിലക്കുള്ള സന്ദേശത്തെ ഉൾക്കൊള്ളാൻ നമ്മൾ സന്നദ്ധമാവുക എന്നത് ഈ സന്ദർഭത്തിൽ വളരെ സവിശേഷമായ കാര്യമാണ് എന്ന് ഒരുപോലെ ഓർമ്മപ്പെടുത്തുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിന്റെ വഴിയിൽ, വിശുദ്ധ ഖുർആനിന്റെ വെളിച്ചത്തിൽ, സന്മാർഗത്തിൽ ജീവിതത്തെ മുന്നോട്ട് നയിക്കാൻ, അതിനാവശ്യമായ ഇൽമ് നേടാൻ, അറിവ് നേടാൻ, വിശുദ്ധ ഖുർആനെ പഠിക്കാൻ, ആ പഠനത്തിലൂടെ നേടിയെടുക്കുന്ന വിവരങ്ങൾ പ്രചരിപ്പിക്കുവാൻ, അതിന്റെ പ്രബോധനം നിർവഹിക്കാൻ ഒക്കെയുള്ള നമ്മുടെ ഉത്തരവാദിത്തങ്ങൾ യഥാവിധി നിർവഹിച്ച് ജീവിതത്തിൽ വിജയികളായി തീരാൻ നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. വഅഖൂലു ഖൗലി ഹാദാ വഅസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും ഫസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. الحمد لله رب العالمين والعاقبة للمتقين ولا عدوان إلا على الظالمين. اللهم صل وسلم وبارك على محمد وعلى آله وصحبه أجمعين. عباد الله أوصيكم وإياي ثانيا بتقوى الله. يا أيها الذين آمنوا اتقوا الله وكونوا مع الصادقين. ബഹുമാന്യരായ സത്യവിശ്വാസികളായ സഹോദരീ സഹോദരന്മാരെ, അള്ളാഹുവിനെ സൂക്ഷിച്ച് തഖ്വയോടെ ജീവിക്കണമെന്ന് ഒരിക്കൽ കൂടി ഉപദേശിക്കുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. കേരളത്തിൽ വിശുദ്ധ ഖുർആനിന്റെ പഠനത്തിന് മുൻ മാതൃകകളില്ലാത്ത ഒരു മഹത്തായ സംരംഭത്തിന് തുടക്കം കുറിക്കുകയാണ്. കൗമാരപ്രായക്കാർക്കുള്ള വിശുദ്ധ ഖുർആൻ പഠനം ഓൺലൈൻ സംവിധാനത്തിലൂടെ തുടക്കം കുറിക്കാൻ പോവുകയാണ്. നേരത്തെ നമ്മുടെ വീടുകളിൽ നമുക്ക് ദീനീയായ ശീലമുണ്ടായിരുന്ന ഒരു കാര്യമാണ് മഗ്രിബ് ഇശാഇനിടയിലുള്ള പഠിച്ചതോതൽ എന്ന് പറയുന്നത്. ഒരൽപ്പം ഖുർആൻ ഓതി, ഒരൽപ്പം ദീനി പഠനം നിർവഹിച്ച് ആണ് നമ്മൾ നമ്മുടെ വിദ്യാഭ്യാസത്തിന്റെ ഭാഗമായുള്ള മറ്റു പഠനങ്ങളിലേക്ക് കടന്നു പോകാറുണ്ടായിരുന്നത്. പക്ഷേ പല കാരണങ്ങളാൽ അത്തരം ശീലങ്ങൾ എടുത്തു പോയിരിക്കുന്നു. അപ്പൊ അതുകൊണ്ട് പഠനം നിലച്ചിരിക്കുന്നു എന്നത് മാത്രമല്ല, നമ്മുടെ വീടുകളിൽ അള്ളാഹുവിന്റെ റഹ്മത്തും ബർക്കത്തും വർഷിക്കാനുള്ള ഒരു നിരന്തരമായ സംവിധാനത്തിന് കുറെ കാലമായി സമുദായത്തിൽ മുടക്കം വന്നിരിക്കുന്നു എന്നതുകൂടിയാണ് അതിന്റെ ദുരന്തം. അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആൻ
പാരായണം ചെയ്യുകയും പഠിക്കുകയും ചെയ്യുന്ന, എല്ലാ ദിവസവും അതിന് സവിശേഷമായ ഒരു സമയം നിശ്ചയിക്കപ്പെട്ടത് നടന്നു പോന്നിരുന്ന ഒരു കാലത്തിൽ നിന്ന് വ്യത്യസ്തമായി നമ്മുടെ സമയങ്ങളെയൊക്കെ നമ്മൾ ഒട്ടും പ്രധാനമല്ലാത്ത കേവല ആസ്വാദനങ്ങൾക്ക് വേണ്ടി ചെലവഴിച്ചുകൊണ്ടിരിക്കുന്ന സന്ദർഭമാണ്. അതുകൊണ്ട് ആ കൾച്ചർ ഒന്ന് തിരിച്ചു പിടിക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമായി നമ്മുടെ ചെറിയ മക്കളെ സവിശേഷമായി വിശുദ്ധ ഖുർആനിന്റെ വഴിയിലേക്ക്, പഠനത്തിലേക്ക് കൈപിടിച്ച് നടത്തുക എന്ന ഉദ്ദേശത്തോടുകൂടി വളരെ വിപുലമായ ഒരു സംവിധാനമാണ് അതിന് തുടക്കം കുറിക്കുകയാണ്. ഒക്ടോബർ 1 ക്യൂസ്പോട്ട് എന്ന പേരിൽ കൗമാരക്കാർക്കുള്ള ഖുർആൻ പഠന സെഷനുകളാണ് അതിലുള്ളത്. ആഴ്ചയിലെ ഞായറാഴ്ച ഒഴികെയുള്ള ബാക്കി 6 ദിവസങ്ങളിലും മഗ്രിബ് നമസ്കാരത്തിന് ശേഷം 15 മിനിറ്റ് നേരത്തെ ഖുർആൻ ക്ലാസുകൾ പ്രഗത്ഭരായ അധ്യാപകരുടെയും പണ്ഡിതന്മാരുടെയും നേതൃത്വത്തിൽ നടക്കുന്ന ഖുർആൻ പഠന ക്ലാസുകൾ വാട്സപ്പ്, ഇൻസ്റ്റഗ്രാം ഗ്രൂപ്പുകൾ വഴി നൽകുകയും നിരന്തരമായി വിശുദ്ധ ഖുർആനിന്റെ ഒരു പഠനം നടക്കുകയും ചെയ്യുക, അത് നിർവഹിക്കപ്പെടാനുള്ള ഒരു സംവിധാനത്തിന് ആവിഷ്കാരം നൽകപ്പെട്ടിരിക്കുന്നു. അതിലേക്കുള്ള രജിസ്ട്രേഷനുകൾ നടന്നുകൊണ്ടിരിക്കുന്നു. വാട്സപ്പ്, ഇൻസ്റ്റഗ്രാം ഗ്രൂപ്പുകളിൽ ജോയിൻ ചെയ്തുകൊണ്ട് എല്ലാ വീടുകളിലുമുള്ള കുട്ടികൾക്ക് 8ാം ക്ലാസ് മുതൽ 12ാം ക്ലാസ് വരെയുള്ള കുട്ടികളെയാണ് മെയിനായിട്ട് അതിൽ ടാർഗറ്റ് ചെയ്യുന്നത് എങ്കിലും എല്ലാ പ്രായത്തിലുമുള്ള കുട്ടികൾക്ക് ചേരാവുന്ന, ജോയിൻ ചെയ്യാവുന്ന സ്വഭാവത്തിലാണ് അത് ആവിഷ്കരിച്ചിട്ടുള്ളത്. കേരളത്തിൽ ഇതിനകം തന്നെ 10,000-ലധികം കുട്ടികൾ മൊത്തത്തിൽ അതിന്റെ ഭാഗമായി കഴിഞ്ഞിരിക്കുന്നു. അതിന്റെ ഒരു രജിസ്ട്രേഷൻ പ്രക്രിയ ഈ മാസാവസാനം വരെ നടക്കുകയും ഒക്ടോബർ 1 ക്ലാസുകൾ ആരംഭിക്കുകയും ചെയ്യുന്ന സ്വഭാവത്തിലാണ് ആ പദ്ധതിയുള്ളത്. ഇന്ന് സവിശേഷമായി പള്ളികൾ കേന്ദ്രീകരിച്ച് അതിന്റെ ജനകീയമായ ഒരു രജിസ്ട്രേഷൻ നടക്കുന്ന പ്രക്രിയ നടക്കുന്ന സന്ദർഭമാണ്. അതിൽ രജിസ്ട്രേഷനുള്ള സംവിധാനം ഈ പള്ളിയിലും ഏർപ്പെടുത്തപ്പെട്ടിട്ടുണ്ട് എന്നാണ് കരുതുന്നത്. അതല്ലെങ്കിൽ നിങ്ങൾക്കതിന്റെ കാര്യങ്ങൾ കൈമാറ്റം ചെയ്യപ്പെട്ടു കിട്ടും. ഒരു ഖുർആന്റെ മാർഗത്തിൽ, ഖുർആൻ പഠനത്തിന്റെ മാർഗത്തിൽ നമ്മൾ ഒന്നിച്ച് നടത്തുന്ന വലിയൊരു പരിശ്രമം എന്നുള്ള നിലക്ക് ഇതിനെ വിജയിപ്പിച്ചെടുക്കാൻ നമുക്കൊക്കെയും ബാധ്യതയുണ്ട്. നമ്മുടെ കുട്ടികൾ അതിന്റെ ഭാഗമാകുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തണം. മഹല്ല് സവിശേഷമായി മഹല്ലിലെ മുഴുവൻ കുട്ടികളെയും അതിന്റെ ഭാഗമാക്കണം എന്ന് മഹല്ല് കമ്മിറ്റി തീരുമാനിക്കുകയും അതിനാവശ്യമായ പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് മഹല്ലുവാസികളൊക്കെയും ആ സംരംഭവുമായി സഹകരിക്കണം എന്ന് സൂചിപ്പിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ വിശുദ്ധ ഖുർആനിന്റെ അഹ്ലുകാരാക്കി മാറ്റുകയും വിശുദ്ധ ഖുർആന്റെ അഹ്ലുകാർക്ക് അല്ലാഹു നൽകുന്ന സവിശേഷമായ അനുഗ്രഹങ്ങൾക്ക് നമ്മെ അർഹരാക്കി മാറ്റുകയും ചെയ്യുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിന്റെ വെളിച്ചം കൊണ്ട് ദുനിയാവിലെ ജീവിതത്തിലും പരലോക ജീവിതത്തിലും ജീവിത വിജയം നേടിയെടുക്കാൻ കഴിയുന്ന സൗഭാഗ്യവാന്മാരിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബു ദഅവാതി യാ ഖാദി അൽ ഹാജാത്ത്. അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ, അല്ലാഹുമ്മ അജിർനാ വവാലിദീനാ മിനൻ നാർ. അല്ലാഹുമ്മ റബ്ബനാ ഗ്ഫിർ ലനാ വലി آبائنا ولأمهاتنا رب ارحمهم كما ربونا صغارا. ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا توفنا مسلمين والحقنا بالصالحين. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. فاغفر لنا يا غافر المذنبين وارحمنا بأنواع رحمتك يا أرحم الراحمين. وصلى الله تعالى وسلم على خير خلقه سيدنا محمد وعلى آله وصحبه أجمعين. الله أكبر الله أكبر أشهد أن لا إله إلا الله